ഹായ്, ഞങ്ങൾ ഒരു ഹൈടെക് കോഴിക്കോട് ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. നല്ല സപ്പോർട്ടാണ് നിങ്ങളെല്ലാവരും തന്നത്. അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ചില സംഗതികളൊക്കെ അതിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റുകൾ ചെയ്തിരുന്നു. അത് വളരെ ഉപകാരപ്പെട്ടു. അതിലൊന്ന്, ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞത് മുട്ട ഉരുണ്ട് വരുന്ന സമയത്ത് നല്ല സ്ലോപ്പ് കൂടുതലാണ്, അതുകൊണ്ട് സ്പീഡ് കൂടി ഉരുണ്ട് വന്നു കഴിഞ്ഞാൽ 2 മുട്ട ഉണ്ടെങ്കിൽ പൊട്ടിപ്പോകുന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നത്, നമ്മളെ കോഴികൾ വെള്ളം കുടിക്കുന്ന സമയത്ത് അതിൻ്റെ വെള്ളം ഉറ്റിയിട്ട് നമ്മുടെ കാഷ്ടത്തിൻ്റെ ട്രേയിലേക്ക് ഉറ്റി മണം കൂടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞത്, താഴെ കൂടെ പിന്നെ മറ്റുള്ള കോഴികൾ അല്ലെങ്കിൽ കാക്കൊക്കെ വന്നിട്ട് കോഴിമുട്ട കൊത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനുള്ള സൊല്യൂഷനും ഞങ്ങളിതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ അഭിപ്രായപ്പെട്ട ഒരു സംഗതിയായിരുന്നു, രാത്രിയിലെ തണുപ്പ് കൂട്ടിലേക്ക് ഇങ്ങനെ ഗ്രിൽ ടൈപ്പ് ആയതുകൊണ്ട് കൂടുതൽ തണുപ്പ് വരുമ്പോൾ അതിനെന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ അതിനും ഞങ്ങൾ ഒരു കർട്ടൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതോടൊപ്പം ഞങ്ങൾ ഈ കൂട്ടിലേക്ക് 20 കോഴികളെയാണ് വാങ്ങിയിട്ടുള്ളത്. 2 തട്ടിലും 2 ഐറ്റം, 2 പ്രായത്തിലുള്ളതാണ്. 4 മാസമായതും 1.5 മാസമായതുമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മളുടെ ഈ ഒരു കൂടിൻ്റെ വീഡിയോ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല നല്ല അഭിപ്രായങ്ങൾ തന്ന് ഞങ്ങളെ സഹായിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി സകലം യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക്, നമ്മളെ കൂട്ടിലേക്ക് കോഴീനെ വാങ്ങുന്നതും ഇടുന്നതുമായിട്ടുള്ള ഈ ഒരു വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഹൈടെക് കൂടിൻ്റെ വീഡിയോ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ അഭിപ്രായം വന്നൊരു കാര്യമാണ്, കൂട്ടിലെ കോഴിമുട്ട ഉരുണ്ട് വരുന്ന സ്പീഡ് കൂടുതലാണ്, അത് കുറക്കണം എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളൊരു സ്പീഡ് ബ്രേക്കർ ബൈക്കിൻ്റെ ട്യൂബ് ഉപയോഗിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൂടിൻ്റെ അകത്ത് ഇതുപോലെ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാവുമ്പോൾ കോഴിമുട്ട ഉരുണ്ട് വരുമ്പോൾ അതിൽ തട്ടി സ്പീഡ് കുറഞ്ഞിട്ടാണ് ഈ ഒരു ട്രേയിലേക്ക് കോഴിമുട്ട എത്തുകയുള്ളൂ. ഇതിപ്പോൾ ഞങ്ങളൊരു കോഴിമുട്ട വെച്ച് മറ്റൊന്ന് മുകളിൽ നിന്ന് വിട്ടപ്പോൾ ഉണ്ടായിട്ടുള്ളൊരവസ്ഥയാണ്. തമ്മിൽ തട്ടിയിട്ടുണ്ടെങ്കിലും പൊട്ടുന്നൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ 2-3 പ്രാവശ്യം അത് ചെക്ക് ചെയ്ത് നോക്കി, അത് സക്സസ് ആണ്. അപ്പോൾ ആ കാര്യം അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ആ വെള്ളം ഉറ്റി ട്രേയിലേക്ക് എത്തുന്നതിന് പ്രതിവിധിയായിട്ട് ഇതാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഒരു അലുമിനിയം ഷീറ്റാണ്. ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് പിന്നെ തട്ടിൻ്റെ ഇടയിൽ നമ്മൾ ആ നിപ്പിൾ വരുന്നതിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഷീറ്റ് ഈ രീതിയിൽ മടക്കിയിട്ടാണ് ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിപ്പിളിൽ നിന്ന് ഉറ്റുന്ന വെള്ളം വീഴുന്ന സ്ഥലം കവർ ചെയ്തിട്ടാണ് ഈ ഷീറ്റ് നമ്മൾ വെക്കുന്നത്. ബാക്ക് ഭാഗത്തേക്ക് ചെരിച്ച് വെച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിപ്പിളിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഷീറ്റിലേക്ക് ഉറ്റി അതിൽ നിന്ന് കൂടിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഒലിച്ചു പോകും. അപ്പോൾ പിന്നെ നമ്മളുടെ താഴെയുള്ള ട്രേയിലേക്ക് ആ വെള്ളം വരില്ല. അങ്ങനെ ആ പ്രശ്നവും പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കർട്ടൻ സംവിധാനം കേട്ടോ. അത് 4 ഭാഗത്തും നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. രാത്രിയിലെ തണുപ്പ് കൂട്ടിലേക്ക് അടിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കർട്ടൻ സംവിധാനം. കമൻറ്റിലൂടെ നിങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, കൂടിൻ്റെ അടിഭാഗത്തിലൂടെ മറ്റുള്ള പക്ഷികളൊക്കെ വന്നിട്ട് കോഴിമുട്ട പൊട്ടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ചുറ്റുഭാഗത്തും ഇതുപോലെ വല വിരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ മാനിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 4 മാസം പ്രായമായ നാടൻ കോഴികളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. ഇത് പുതിയത്തുപ്രായ ഫൈസൽ എന്ന് പറയുന്ന ആളുടെ വീടാണ്. കാറിൽ ഷീറ്റൊക്കെ വിരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ 8 പിടക്കോഴികളും 2 പൂവൻകോഴികളുമാണ് ഞങ്ങൾ വാങ്ങുന്നത്. ഇവരതിൻ്റെ കാലൊക്കെ രണ്ടും കെട്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. പാറി പോവാതിരിക്കാനുണ്ട് അങ്ങനെ ചെയ്യണത്, മറ്റേത് പാറി പോവും. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ 10 കോഴികളെയാണ് വാങ്ങുന്നത്, 4 മാസം പ്രായമായ. അതിൽ 2 പൂവൻകോഴിയും ബാക്കി 8 പെടക്കോഴികളുമാണ് ഞങ്ങൾ വാങ്ങുന്നത്. 350 രൂപയാണ് ഞങ്ങൾക്ക് ഇതിന് ചിലവ് വന്നത് ഒരു കോഴിക്ക്. 350 തോതിൽ, അപ്പോൾ 3500 രൂപയുടെ കോഴിയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് വാങ്ങുന്നത്. നമ്മളെ കാറിലെ ബാക്കിലെ സീറ്റൊക്കെ മടക്കി വെച്ച് ഷീറ്റൊക്കെ വിരിച്ച് ഉഷാറാക്കി തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. കാല് കെട്ടിയിട്ടിട്ടൊരു സങ്കടം തോന്നുന്നുണ്ട്, പക്ഷേ നിവർത്തിയില്ല, അവർ പാറിപ്പോകുന്നുള്ളത് ഉറപ്പാണ്. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാല് കെട്ടിയിട്ടുള്ളത്.
കുട്ടികളൊക്കെ വളരെ വലിയ ആവേശത്തിലാണ്. നമ്മൾ വരുമ്പോൾ അവർ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ നിർത്തിവെച്ച് കോഴിയെ കാണാനും പിടിക്കാനൊക്കെ അവർ ഓടിയെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ കോഴിയുടെ കാലിലുള്ള കെട്ടൊക്കെ അയച്ച് ഹൈടെക് കൂട്ടിലേക്ക് മാറ്റണം. ആദ്യ കോഴി വലതുകാല് വെച്ച് പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഇതാ നമ്മുടെ ഹൈടെക് കൂട്ടിലേക്ക് കയറുകയാണ്. നിങ്ങളുടെയൊക്കെ ആശീർവാദവും പ്രാർത്ഥനയൊക്കെ വേണം. നല്ല ആരോഗ്യത്തോടു കൂടി വളർന്ന് എന്നും മുട്ടയിടുന്ന നല്ല ഇനം കോഴികളായി ഇവരൊക്കെ വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഓരോ കോഴികളെയും എൻ്റെ ഈ കൂട്ടിലേക്ക് വെക്കുകയാണ്. കുട്ടികൾ ഓരോരുത്തരായിട്ട് ഓരോ കോഴികളെ കൂട്ടിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കോഴികളാണെങ്കിൽ പുതിയൊരു സ്ഥലത്തെത്തിയതിൻ്റെ ഒരു അങ്കലാപ്പിലാണുള്ളത്. ഒക്കെ ഒരു എന്താ പറയുക, അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. എന്താ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിയിൽ. ആരും ഒരു പ്രതികരണവും ഇല്ലാതെ ഒരു പേടിച്ചുകൊണ്ടാണ് എല്ലാവരും നിൽക്കുന്നത് കേട്ടോ. കണ്ടോ, ഒരു മുഖത്തൊരു പേടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും കുറച്ച് ഭക്ഷണം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഭക്ഷണം ഇട്ട് കൊടുക്കാനും തിരക്കാണ്, എല്ലാവർക്കും വേണം ഭക്ഷണം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏതായാലും എല്ലാവരുടെയും ഓരോ ഓഹരി അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി കോഴി വന്ന് ഏകദേശമൊക്കെ അടുത്തെത്തിയിട്ടുണ്ട്. നല്ല വന്ന് നോക്കുന്നുണ്ട്, കൊത്താൻ തുടങ്ങിയിട്ടില്ല. ഒരാളിതാ നമ്മളുടെ ട്രേയിലേക്ക് കൊത്തി. ഫസ്റ്റ് തീറ്റയാണ് നമ്മളുടെ ഈ കൂട്ടിലെ ആദ്യ തീറ്റയാണ് നടക്കുന്നത്. ഒരാൾ കൊത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊരു പക്ഷേ എല്ലാവരും വന്നേക്കാം. കൊത്തുന്ന ആൾ തന്നെ ചെറിയൊരു പേടിയോട് കൂടിയൊക്കെയാണ് ഇപ്പോൾ കൊത്തുന്നത്. ഒരാൾ മാത്രമാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അടുത്ത ആൾ എത്തി. വളരെ സന്തോഷം കേട്ടോ. നമുക്ക് നമ്മളെ വീട്ടിൽ വന്ന് അല്ലേ ഒരു അതിഥിയൊക്കെ വന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന, അവർ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ശരിക്കും നല്ലൊരു ഒരു എന്താ പറയുക, സന്തോഷം തന്നെയാണ്. ഇവരെ തിന്നുന്നത് കാണുമ്പോൾ, നമ്മൾ കൊണ്ടുവന്ന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുത്ത് തിന്നുന്നത് കാണുമ്പോൾ വലിയ വലിയ സന്തോഷം തന്നെയാണ്. അപ്പോൾ അവരത് എല്ലാവരും തീറ്റ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുത്തരായി ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണാനുള്ള കുട്ടികളുടെ തിരക്കാണ്. സൈഡിൽ കൂടെ കാണാനുള്ള തിരക്ക് കണ്ടോ. എല്ലാ ഭാഗത്തു കൂടെയും കുട്ടികളെ കണ്ട് അടിച്ചൊക്കെ നോക്കുന്നുണ്ട് കൂടിന്. വളരെ കൂളായിട്ട് ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ക്യാമറയായിട്ട് ഇത്ര അടുത്ത് നിന്നിട്ടും പ്രശ്നങ്ങളൊന്നുമില്ല. ഗോതമ്പും ചായമൻസിയാണ് ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. രണ്ടും അവർ വളരെ ഉഷാറായിട്ട് കഴിക്കുന്നുണ്ട്. പേടിയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അതാ കൈ വെച്ച് കൊടുത്തിട്ട് കൈയിനൊക്കെ കൊത്തൽ തുടങ്ങി. അപ്പോൾ നല്ല ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് മുകളിൽ തട്ടുണ്ട്. മുകളിലെ തട്ട് ഇപ്പോൾ ഫ്രീ ആണ്. കാക്ക കുറച്ച് ചോറ് കൊടുന്ന് നോക്കിയതാണ്. അത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. കുറച്ച് ചോറ് കൊടുന്നിട്ട് കൊടുത്ത് നോക്കിയപ്പോൾ അതും വളരെ ആർത്തിയോടുകൂടി അവർ കഴിക്കുന്നുണ്ട്. ഈ കൂട്ടിൽ ഇവർ 10 പേരും സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലെ തട്ടിലേക്ക് 10 കോഴികളെയും കൂടി വാങ്ങാനുണ്ട്. അത് പുളിയമ്പറമ്പിലെ നിസാറിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ നാളെ പോകുന്നത്. കോഴീനെ വാങ്ങാൻ വേണ്ടിയിട്ട് പുളിയമ്പറമ്പ്, കൊണ്ടോട്ടി കുന്നുംപുറം റോഡിലുള്ള പുളിയമ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ നിസാർ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലാണ്. അവിടെ വന്നപ്പോഴാണ് ഈ ഒരു പുതിയൊരു അതിഥിയെ നമ്മൾ പരിചയപ്പെടുന്നത് കേട്ടോ. ആള് വളരെ ഇണക്കമുള്ള സാധനമാണ്. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുകയാണ്, പക്ഷെ വളരെ നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് നാടൻ കോഴിക്കുട്ടികളുണ്ട്. ഒരു 1.5 മാസത്തോളം പ്രായമായ ഒരു 10 കോഴിക്കുട്ടികൾ, അല്ല 10 അല്ല, ഇവിടെ ഉള്ള 10 കോഴിക്കുട്ടികളെ വാങ്ങാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒപ്പം നിസാറിൻ്റെ ഈ ഒരു ആളെയും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആള് വളരെ ഉഷാറാണ്. ഓഹോ, എന്താണ് കൊത്തരുത് കേട്ടോ. ചുണ്ടുകുത്തി അടിയാൻ കിട്ടും. എന്താണ് കറക്റ്റായിട്ട് കേട്ടോ.
എന്താണ് എന്താണ് ഹായ് എന്താ നോക്കണേ അതാ ഹായ് പറഞ്ഞതാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ക്യാമറയ്ക്ക് നോക്ക് കണ്ടോ പൊത്തേരുത്തിട്ടോ ഹായ് പറയടോ എന്നാ വാ 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 ഏയ് കേറ് ഇവന് അമേരിക്കക്കാരനാണ് സൺകോണിയർ ഇനത്തിൽപ്പെട്ട തത്തയാണ് ഏതാണ്ട് 15 മുതൽ 30 വർഷം വരെ ഇവരുടെ ലൈഫുണ്ട് നല്ല കളർഫുൾ സാധനം പച്ചയും മഞ്ഞയും ഓറഞ്ചും ബ്ലാക്കും ചുവപ്പും കണ്ണൊക്കെ കണ്ടില്ലേ കണ്ണിന് ചുറ്റും ഒരു വെള്ള കളറ് പിന്നെ ചുവപ്പ് അത് കഴിഞ്ഞ് അത് ഓറഞ്ചിലേക്ക് വന്നു ചിറകിൻ്റെ അടിഭാഗത്തൊക്കെ അതുപോലെ തന്നെ ഓറഞ്ചും മഞ്ഞയും കൂടി കലർന്ന ഒരു കളറാണ് ചിറകിൽ പച്ചയും ബ്ലാക്കൊക്കെയാണുള്ളത് അതുപോലെ തന്നെ ബ്ലൂ കളർ വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് അടിപൊളി കാണാൻ നല്ല രസമുള്ള ആൾ തന്നെയാണ് സൺകോണിയർ അതുപോലെ തന്നെ നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട് ഇതാണ് നിസാർ കുറച്ച് കാലമായിട്ട് ചെറിയ കുഞ്ഞായപ്പോൾ വാങ്ങി വളർത്തിയതാണ് നന്നായിട്ട് അവനോടും അവിടെ വരുന്ന ആളുകളോടൊക്കെ നല്ല രീതിയിൽ തന്നെ പെരുമാറുന്ന അടിപൊളി തത്തയാണ് അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അവരുടെ വീടിൻ്റെ ബാക്കിൽ ഒരു സ്ഥലത്താണ് ഈ ഒരു സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുള്ളത് കോഴി കാട എല്ലാം ഉണ്ട് നമ്മളിപ്പോൾ നാടൻ കോഴികളെ വാങ്ങാനാണ് വന്നിട്ടുള്ളത് 25 ചെറിയ കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എത്തിയത് നമുക്കാകെ 10 ആവശ്യമുള്ളൂ അപ്പോൾ അവർ അത് നമുക്ക് പാക്ക് ചെയ്ത് തരികയാണ് നിസാറിൻ്റെ ഉപ്പച്ചിയാണ് സാധനം ഞങ്ങൾക്ക് എടുത്തു തരുന്നത് ഇവിടുന്ന് നമ്മൾ വാങ്ങുന്നത് 2 പൂവനും 8 പിടക്കോഴികളും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് വാങ്ങുന്നത് നേരത്തെ നമ്മൾ വാങ്ങിയത് 4 മാസം പ്രായമായതാണ് ഇത് 1.5 മാസം പ്രായമായിട്ടേ ഉള്ളൂ അതാണ് വ്യത്യാസം ഇത് തനി നാടൻ കോഴിയാണ് മറ്റേത് നമുക്ക് ഒരു തനി നാടൻ ലുക്ക് കിട്ടിയിട്ടില്ല അതിൽ പലരും കണ്ടവരൊക്കെ പറഞ്ഞത് ഒരു പാലക്കാടൻ സ്റ്റൈലാണ് എന്നാണ് പറഞ്ഞത് ഏതായാലും വീട്ടിൽ മുട്ടയിട്ട് വിരിഞ്ഞുണ്ടായത് തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് ഏതായാലും ഇവരെയും കൂടി നമ്മുടെ വീട്ടിലെത്തിക്കണം അങ്ങനെ നമ്മുടെ ജൂനിയർ ടീമും വീട്ടിലെത്തി കൂടിൻ്റെ മുകൾ ഭാഗത്താണ് അവരിടുന്നത് 8 പിടക്കോയും 2 പൂവനും എല്ലാവരും സുന്ദരന്മാരാണ് അടിപൊളി കുത്തും പുള്ളിയും വരയും കുറിയൊക്കെ ഉണ്ട് ഇനി കുറച്ചുകൂടി വലുതായാലും ഒന്നും കൂടി ഫിഗർ കൂടും എല്ലാവരും അടിപൊളി സുന്ദരികളായിരിക്കും എല്ലാവരും കണ്ടോ അടിപൊളി അപ്പോൾ ഇനി കുട്ടികൾ ഓരോരുത്തരെ വലിയവരിട്ട പോലെ തന്നെ ജൂനിയർ ടീമിനെയും അവർ തന്നെയാണ് കൂട്ടിലേക്ക് ഓരോരുത്തരായിട്ട് ഇടുന്നത് അത് അവരുടെ ഒരു അവകാശമാണ് ഇവരെ കൂട്ടിൽ കയറി ഉടനെ തന്നെ നമ്മൾ നിപ്പിൾ ഉപയോഗിച്ച് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ കർട്ടൻ താത്തിയിട്ടത് അത് രാത്രി മാത്രം താത്തിയിടുന്നതാണ് അപ്പോൾ കോഴികളെ നല്ല രീതിയിൽ നിപ്പിൾ ഉപയോഗിച്ച് വെള്ളം കുടിക്കുന്നുണ്ട് അവിടെ വേറെ ഇല്ലാത്തതുപോലെ എല്ലാവരും കൂടി ഒന്നിൽ നിന്നാണ് കുടിക്കുന്നത് ഏതായാലും അത് കുടിക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നേരത്തെ ആദ്യം വലിയ ആളുകൾക്ക് ഇട്ടുകൊടുത്ത പോലെ ഭക്ഷണം കൊടുക്കാം ഇവർക്ക് നമ്മൾ ആദ്യം കൊടുത്തത് ചാമൻസ ഇലയാണ് പക്ഷെ അവർ പേടിച്ചിട്ട് കൊത്തിയിട്ട് പോവാണ് ഉള്ളോട്ട് ഇപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് കൊത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാലും കൊത്തി എടുത്ത് ഉള്ളോട്ട് പോകണം അവിടെ നിന്ന് തന്നെ തിന്നുന്നില്ല അത് പേടിച്ചിട്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കുറച്ച് സമയം കഴിഞ്ഞാൽ ശരിയായിക്കോളും അതെല്ലാവരും ഇപ്പോൾ എല്ലാവരും അത് കൊത്തിയെടുക്കൽ തുടങ്ങി ഇത് കണ്ടോ ഇതിന് ഇവിടെ ഭയങ്കര അടിയാണ് ചായമൻസാണ്ട് ഇട്ട് കൊടുത്താൽ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇവർ തീർക്കും അതിനുള്ള അടിപിടി ഉണ്ടോ കക്ക കട്ട് ചെയ്ത് വെക്കാൻ പോലും സമയമില്ല അപ്പോഴേക്ക് ഇട്ട് അവിടെ വീണത് മുഴുവൻ തീർക്കും അത്രയ്ക്കും ഇഷ്ടമാണ് ഇവർക്ക് ഈ സാധനം ഇതിപ്പോൾ ഞാനൊരു ടൈം ലാപ്സിൽ എടുത്ത് വെച്ചതാണ് അപ്പുറത്ത് നമ്മൾ ഗോതമ്പിട്ട് വെച്ചിട്ടുണ്ട് അതിനേക്കാൾ ഫാസ്റ്റിൽ അതിനേക്കാൾ താല്പര്യത്തോടു കൂടി കഴിക്കുന്നത് ഈ ചായമൻസയാണ് ഇലകളെല്ലാം തിന്ന് തീർത്ത് അവർ കോഴിത്തീറ്റയിലേക്ക് വന്നിട്ടുണ്ട് നേരത്തെ ഞാനത് ഗോതമ്പ് എന്നാണ് പറഞ്ഞത് സോറി അത് കോഴിത്തീറ്റയാണ് ഗ്രോവറാണ് ഏതായിരുന്നാലും അവരുടെ തീറ്റ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ആളുകളും ചെറിയ ആളുകളൊക്കെ ഇപ്പോൾ കൂടെയിട്ട് സെറ്റായിട്ട് ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ സകലം